കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ ഒരു പുതിയ ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി ഗുരുവായൂരപ്പനെ സേവിച്ച് മരിക്കാനാണ് തന്റെ ആഗ്രഹമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മതപരമായി തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നുവെന്ന വിമർശനവും സുരേഷ് ഗോപി ഉന്നയിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി പുനർജനിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി നേരത്തെ പൊതുവേദിയിൽ പ്രകടിപ്പിച്ചതും വലിയ വിവാദമായിരുന്നു. ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം മോഹിക്കുന്നത് 365 ദിവസവും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ആധികാരികമായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഇസ് ഓൺലി ദി ചെയർമാൻ ഓഫ് ദി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നെഞ്ചത്ത് കൈവച്ചപ്പോൾ ഇതിനപ്പുറം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അത്രയേ ഉള്ളൂ. നിങ്ങളത് പുച്ഛമായി കാണാതെ മതപരമായിട്ട് പോലും എന്നെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആരും ചോദിക്കാൻ പറ്റില്ല. ജെയ്സൺ ചാമോളപ്പിലാണ് ചെയ്തത്. ജെയ്സൺ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഈ ആഗ്രഹങ്ങളൊന്നും പുച്ഛത്തോടെ കാണരുത് എന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളാണിപ്പോൾ. വിനീത, സുരേഷ് ഗോപിയെ നാം വിലയിരുത്താൻ പല തലങ്ങളിലൂടെ വിലയിരുത്തണം എന്ന ഒരു അഭിപ്രായക്കാരനാണ്. കാരണം സുരേഷ് ഗോപി അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഓരോ ഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായ ഒരു കലാകാരനാണ്, ഒരു സഹജീവി സ്നേഹിയാണ്. അദ്ദേഹം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കലാകാരനാണ്. നിരവധി നമ്മളെല്ലാം ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഇപ്പോഴും നമ്മളെല്ലാം ആവേശം കൊള്ളിക്കുന്ന അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആഴം, അതിൻ്റെ ഒരു തലമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ കൂടി നമുക്കതിനെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം ഗുരുവായൂർ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഴുവൻ സമയവും ഇരിക്കാൻ കഴിയുക, അവിടെ പൂർണ്ണമായും ജീവിതം സമർപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നൊരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു തലത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് വേണം നമുക്ക്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായി ചിന്തിച്ചാൽ അദ്ദേഹത്തിന് നിലവിൽ താൽക്കാലികമായി പെട്ടെന്നൊന്നും ഒരിക്കലും ഗുരുവായൂർ ദേവസ്വം ചെയർമാനാവാൻ കഴിയില്ല. ആദ്യഘട്ടം തന്നെ BJP കേരളത്തിൽ അധികാരത്തിൽ വരണം. അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഈ ഭരണ സംവിധാനത്തിലേക്ക് സ്വാഭാവികമായിട്ട് വരാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പ്രായോഗികമായി നടക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു അർത്ഥതലം എന്ന് പറയുന്നത് അദ്ദേഹം കടുത്ത വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് അദ്ദേഹം ബ്രാഹ്മണനായി ജനിക്കണം, അല്ലെങ്കിൽ അടുത്ത ജന്മം തന്ത്രിയാവണം, ഇതാവണമെന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാം. അദ്ദേഹം വൈകാരികമായ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു. അത്തരത്തിലൊരു വൈകാരികമായ പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയത്. അത് സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി ആവുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവും. അല്ലാതെ ഗുരുവായൂർ ദേവസ്വം ചെയർമാനാവും തൽക്കാലം അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഗുരുവായൂർ ഭക്തിയുടെ ആഴമാണ് അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സുരേഷ് ഗോപി തന്റെ ആഗ്രഹം ആ പ്രസംഗത്തിനിടെ കൃത്യമായി തന്നെ പറയുകയായിരുന്നു. മാത്രമല്ല, തനിക്കെതിരെ ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട്, ഞാൻ പറയുന്ന ആഗ്രഹങ്ങളെ പുച്ഛത്തോടെ കാണരുത് എന്നും കൂടി സുരേഷ് ഗോപി പറഞ്ഞു.